കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാർ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് എപ്പോഴും അവരുടെ ഈ ധാർമ്മിക നിലപാടിനെ എടുത്തിട്ടുള്ളത്. മുകേഷിൻ്റെ കാര്യത്തിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് തീരുമാനം എടുത്തവരാണ് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ CPIM എന്ന് പറയുന്ന പാർട്ടിയും. പി ശശിയുടെ കാര്യത്തിൽ PK ശശിയുടെ കാര്യത്തിലും P ശശിയുടെ കാര്യത്തിലും അവരുടെ നിലപാടാണ്. P ശശി എന്തുമാത്രം ഗൗരവതരമായ ആരോപണം നേരിട്ട് പുറത്തു പോയാലാണ് ഇപ്പോൾ അദ്ദേഹം എന്തുമാത്രം പ്രധാനപ്പെട്ട കസേരയിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം. PK ശശി ആരോപണം കേട്ടതിന് ശേഷം എങ്ങനെയാണ് പാർട്ടിയാൽ സംരക്ഷിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. പിന്നെയും ആളുകളുടെ പേരുകൾ പറയാൻ നമ്മുടെ കയ്യിൽ കാണും. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ CPM ഒരു വലിയ ധാർമ്മിക നിലപാടെടുത്ത് കോൺഗ്രസിന് എന്ന് ഞാൻ കാണുന്നേയില്ല. അതിനെ മാറ്റി നിർത്താം. പക്ഷേ രാഹുൽ തന്നെയും പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക നിലപാട് എന്താണ്. ധാർമ്മികത മുൻനിർത്തിയാണ് അദ്ദേഹം ഈ പദവി ഒഴിഞ്ഞതെങ്കിൽ അതേ ധാർമ്മികത അളവുകൾ വെച്ച് അദ്ദേഹം പദവി ഒഴിയണം. മറിച്ച് ആരോപണം എന്ന് പറയുന്ന സംഗതിയെ ഞാൻ കാണുന്നത് വേറെ തരത്തിലാണെങ്കിൽ അത് അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറാവണം. അതാണ് പ്രധാനമായും വേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഭാഗക്കാർ ഒരു വശത്ത്, അബിൻ വർക്കിയുടെ വിഭാഗക്കാർ ഒരു വശത്ത് ഏറ്റുമുട്ടുന്നു. അത്രേ അബിൻ വർക്കിയാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് എന്ന മട്ടിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നു. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു. അബിൻ വർക്കി ഇതിൽ ചെയ്ത് തെറ്റെന്താണ്? ഇനി അബിൻ വർക്കി ഇത് പുറത്തു വരുന്നത് കണ്ട് നിസ്സംഗനായി കാത്തിരുന്നാൽ പോലും അബിൻ വർക്കി ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അബിൻ വർക്കിയാണ് ചെയ്തത്. എനിക്കറിയില്ല കേട്ടോ. അബിൻ വർക്കി ആക്രമിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പരിവാരത്തിൻ്റെ ഉള്ളിലുള്ള സംഗതി എന്താണ്? നമ്മുടെ നേതാവ് എന്ത് തോന്നിയാസം കാണിച്ചാലും സംരക്ഷിക്കലാണ് നമ്മുടെ ബാധ്യത. ഏത് പെൺകുട്ടിയെ ആക്രമിച്ചാലും ആരുടെ കംഫർട്ട് സോണിലേക്ക് ഇടിച്ചു കയറിയാലും നാട് മുഴുവൻ നാട് മുഴുവനുള്ള പെട്ട ആളുകൾ ഇതാ മാധ്യമപ്രവർത്തകരുടെ മാധ്യമ മുറികളിൽ പോലും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നു എനിക്കും വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ, ഇദ്ദേഹത്തിൻ്റെ പരിധിവിട്ട മെസ്സേജുകൾ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്, പലപ്പോഴും ശല്യം ചെയ്യുന്ന തരത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സുഹൃത്തുക്കൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെ ആളുകൾ ഈ ശല്യക്കാരനാണ് കേട്ടോ ഇയാളെന്ന് ഒരു സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. ആ സംസ്ഥാന പ്രസിഡന്റിനെ വെച്ച് വാഴിക്കണമായിരുന്നു എന്നാണോ ഈ അബിൻ വർക്കിയെ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് വിചാരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ എന്ത് കുഴപ്പം ചെയ്താലും സംരക്ഷിക്കണമായിരുന്നു, പുറത്തേക്ക് വിടാൻ പാടില്ലായിരുന്നു. സുധാകരനാണെങ്കിൽ സംരക്ഷിച്ചേനെ, അല്ലെങ്കിൽ അബിൻ വർക്കിയുടെ താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അങ്ങനെയാണോ? അപ്പോൾ ഇദ്ദേഹം സംരക്ഷിക്കപ്പെടണമായിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിന് പിന്നെയും ഈ പറഞ്ഞ സ്ത്രീകളുടെ എല്ലാം ഇൻബോക്സിലേക്ക് നേരവും കാലവും നോക്കാതെ അവരുടെ കംഫർട്ട് നോക്കാതെ മെസ്സേജ് അയക്കാനുള്ള സ്വാതന്ത്ര്യം വേണമായിരുന്നു എന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? അപ്പോൾ അതുകൊണ്ട് ധാർമ്മികമായ നിലപാടെന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഈ ഉയർന്നു വരുന്ന ആരോപണം മുഴുവൻ തെറ്റാണ്, എനിക്ക് ഒരു നിലയ്ക്കും ഞാൻ ഇതിനകത്ത് ഏത് അന്വേഷണവും ഞാൻ നേരിടാം, ഈ വന്നിരിക്കുന്ന ഒരു ആരോപണവും എടുക്കാൻ പറ്റാത്തതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഈ ഓഡിയോ സന്ദേശം ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് ആണെന്നാണ്. അതെല്ലാം നാട്ടുകാരങ്ങ് വിശ്വസിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ഞാനത് നീട്ടുന്നില്ല. ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് വീണ്ടും പറയാനുള്ളൂ. 2 പദവികൾക്ക് 2 ധാർമ്മികത എന്നൊന്നും സംഗതിയില്ല. ധാർമ്മികതയെ മുൻനിർത്തിയിട്ടാണ് രാജിവെച്ചുള്ളെങ്കിൽ മറ്റേതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനകത്ത് ഇതെടുക്കാനുണ്ട്. അതേ കാര്യം തന്നെ CPM ആവശ്യപ്പെടുമ്പോൾ CPM അത് ആവശ്യപ്പെടാൻ ധാർമ്മികമായ പരിസരമില്ല. ഇന്ന് ഗോവിന്ദമാഷ് പറയുന്നത് അദ്ദേഹം രാജിവെക്കണമെന്നാണ് പൊതു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. ഇത്രയധികം പരാതികൾ തെളിവുകളോടെ ആൾക്കെതിരെ ഉയർന്നു വന്നിട്ടില്ല. ഇതേ കാര്യം മുകേഷിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും മറ്റ് പല നേതാക്കളുടെ കാര്യത്തിലും അവരെടുത്തിട്ടുള്ള നിലപാടെന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു ധാർമ്മികത ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് രാഹുൽ വിശദീകരിക്കണമെന്ന് ഞാൻ പറയാം. എന്തിനാണ് മാറിയിരിക്കുന്നത് എന്ന് വിശദീകരിച്ചാൽ ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.